പാവാടപ്രായത്തിൽ നിന്നെ ഞാൻ കണ്ടപ്പോൾ താമരമൊട്ടായിരുന്നു നീ, ഒരു താമരമൊട്ടായിരുന്നു നീ. അപ്പൊ ശരി, വൈകിട്ട് കാണാട്ടാ. മണിയെ എവിടെയായിരുന്നു പ്രോഗ്രാം? കോഴിക്കോട് അമ്പലത്തില് പൊരിക്കണട്ടാ. പിന്നെന്താ, ഇന്ന് പുതിയ 1-2 ഐറ്റം കൂടെ കളിക്കണ്ടേ? നമ്മളെല്ലാരും വന്നിട്ട് ചായ എടുക്കട്ടെ മണിയെ. ഇപ്പൊ വേണ്ട ചേട്ടായിയെ, വീട്ടില് നല്ല കട്ടൻ ഉണ്ടാവേ. കളി ഞാനും അളിയനും കൂടി തോട്ട് വരമ്പെ പോകുമ്പോ തോട്ട് വരമ്പത്തൊരു ചേനത്തണ്ടൻ. ദേവിയെ, ചേനത്തണ്ടൻ കാണോ? മീനുട്ടി ദൈവേ, കാണുന്ന് ഇപ്പൊ മനസ്സിൽ അങ്ങോട്ട് വിചാരിച്ചുള്ളൂ. രാവിലെ അമ്പലത്തിൽ പോയതാ. മീനുട്ടി ഇക്കരെ വാ, നമുക്ക് ഇതുവഴി പോവാം. ഞാനെങ്ങനെ അക്കരെ വരാ? ഞാൻ എടുത്തോണ്ട് വരട്ടെ ഇക്കരക്ക്. ഞാൻ റെഡി. എന്നാ ഞാൻ എപ്പോഴേ റെഡി. എന്നാ വാ. ദേ വരണു. വീഴണ്ടട്ടാ. നോക്കിക്കാണ്ട് ഇങ്ങോട്ട് പോര്. വാ 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 മീനുട്ടി. ആ ഉള്ള നെമ്മീനും ഞണ്ടൊക്കെ തിന്നിട്ടാവൂലേ, നല്ല വെയിറ്റ്. മീൻകാരന്റെ മോള് പിന്നെ പച്ചക്കറി കഴിക്കാം. അതെ, മീനുട്ടീനെ കെട്ടിയിട്ട് വേണം എനിക്ക് വയറ് നിറച്ച് കൊഞ്ചും കരിമീനും കഴിക്കാൻ. കൊതിച്ചിരുന്നോ കരിമീനും കൊഞ്ചും തിന്നാ? അച്ഛനെ കണക്ക് പറഞ്ഞ് കാശ് മേടിക്കും. ഇവിടെ കല്യാണം ഒന്ന് കഴിഞ്ഞോട്ടെ, ചില പ്ലാനൊക്കെ ഉണ്ട് എനിക്ക്. എന്തുട്ടാ പ്ലാൻ? പറയാം. എന്താ തുറന്നു നോക്ക്. ഹായ്, ഇത് ഇതുവരെ മറന്നില്ലേ? എത്ര കാലായി ഞാൻ പറഞ്ഞിട്ട്. മീനൂട്ടി പറഞ്ഞത് എനിക്ക് മറക്കാൻ പറ്റുമോ? അതെന്റെ നെഞ്ചി തന്നെ ഉണ്ടേ. അപ്പൊ സ്നേഹമുണ്ട്. എന്താ പെണ്ണിനൊരു സംശയം? ഇപ്പൊ മിമിക്രിക്കാരന് വലിയ തിരക്കാന്ന് കേട്ടല്ലോ. പിന്നെ അമ്പലത്തിൽ നിന്ന് പ്രോഗ്രാമിന് വരില്ലേ? എന്നത്തെ പോലെ മുന്നിൽ തന്നെ ഉണ്ടാവും. നീ ഇത് കഴിച്ചേ. എനിക്കൊന്നും വയ്യ അച്ഛനോട് പറയാൻ, നീ തന്നെ പറഞ്ഞാ മതി. ഞാൻ പറഞ്ഞ എൻ്റെ അടുത്ത് ചാടിക്കടിക്കും, ചിലപ്പോ തല്ലും കൊള്ളും. നീയല്ലേ പുന്നാരം മോള്, നീ തന്നെ പറഞ്ഞാ മതി. എത്തി. എന്നാ പിന്നെ ബാക്കി ഞാൻ പാപ്പിയുടെ കടയിൽ കൊടുത്തേക്കാം. അതുപോലെ ആയിക്കോട്ടെ. വൈകിട്ട് കുന്നംകുളത്ത് പോണം, മറക്കണ്ട. അത് ഞാൻ എത്തിക്കോളാം. കുഞ്ഞാപ്പനെത്തിയോ? അവരെത്താറാടാ? ഇല്ല, കാപ്പിക്ക് മുന്നേ എത്തും. ഞാൻ പിന്നെ ഇത്ര നേരത്തെ പോന്നുള്ളൂ. അവിടെ നിക്ക. ഓ, നമ്പൂരാര. എന്തേ? ഒന്നുമില്ല. എന്തോ പറഞ്ഞല്ലോ. അത് പിന്നെ നമ്മടെ ജാതിയിൽ ഇങ്ങടെ അത്ര മുന്തിയ കൂട്ടർ ഇവിടെ ഇല്ലാലോ, അതാലോചിച്ച. കിണ്ടിയുള്ളവരെ അല്ല, മുറ്റത്ത് കിണ്ടിയുള്ളവരെ. എന്തൊട്ടൊരു കുടുംബ മഹിമ. മുറ്റത്ത് കിണ്ടിയുമ്പോഴുള്ള എത്ര കുടുംബക്കാരുണ്ട് ഈ നാട്ടില്. അങ്ങനെ ജാതി നോക്കിയാ നമ്മുടെ കൂട്ടത്തിൽ നമ്മുടെ മുന്തൂരി തന്നെയാ. എന്ന് വെച്ചാൽ എന്റെ ഗമയൊന്നും കാട്ടണില്ലല്ലോ. അതില്ല. അങ്ങനെ ജാതിയും വലിപ്പവും നോക്കിയിരുന്നെങ്കിൽ അന്നെ ഞാൻ എന്റെ വീട്ടിൽ കയറ്റിയെടുത്തോ. നീ വിഷമിക്കണ്ട, ബ്രോക്കർക്ക് എവിടെയും കയറാം. ഒരു തമ്പ്രാൻ. നീ ഇത് കഴിക്കാതെ പോന്ത്. അച്ഛൻ വരുന്നുണ്ട്, കിട്ടും. എടിയേ. ഓ, എന്താ എന്റെ മോക്കൊരു വല്ലായ്മ? എന്തു പറ്റി? മോള് പോയി ഒരുങ്ങിട്ടോ ഒരുപ്പോ വരും. ചെല്ലേ, അച്ഛനല്ലേ പറയണം. ചെല്ലേ. അതെ. എന്തേ? ഇവക്ക് കല്യാണം വേണ്ടാന്ന് എന്നോട് പറഞ്ഞോ? മോളെ, മോളുടെ നല്ലതിനല്ലേ അച്ഛനീ പറയണേ. രാജാമണിയുടെ കാര്യമില്ലേ? ഓനീ മിമിക്രിയും കാട്ടി നടക്കണവനാ. നാളെ എന്താവെന്ന് ആർക്കറിയാം. ഇപ്പൊ സിനിമയിലൊക്കെ ഉണ്ടച്ചാ, നല്ല പേരുണ്ട്. ആർക്ക്? ഓനോ? ഇതുകൊണ്ടൊക്കെ എങ്ങനെ ജീവിക്കാനാ? നാളെ എന്തുണ്ടാവുന്ന ആർക്കറിയാം. എന്തൊക്കെയായാലും ഓന്റെ രൂപം വെച്ച് മോഹൻലാലൊന്നും ആവുമോന്നില്ലല്ലോ. എന്നാ കുമാരനെ പോലീസാ. നാളെ അവൻ വലിയ നിലയിലാവും. നമ്മുടെ ജാതിയില് ഒരു പോലീസുകാരന് വേണമെങ്കിൽ കയറി SP വരെ ആവാം. എന്നാ നിന്റെ രാജാമണിയോ എത്ര കയറിയാലും തെങ്ങിന്റെ മോളിൽ തന്നെ. അതെ അച്ഛൻ. ഞാൻ മോളെ, പോലീസുകാരനെ കെട്ടിയോളെന്ന് പറയുമ്പോ അതൊരു ഗമന്യാ. നിനക്ക് മാത്രല്ല,
ഞങ്ങൾക്കും. ആ സിനിമയും നാടകമൊന്നും ഇല്ലെങ്കിൽ രാജാമണി വെറും കൂലിപ്പണിക്കാരനാ. നീ ആലോചിക്ക്, പോലീസുകാരന്റെ കെട്ടിയോളായിട്ട് ജീവിക്കണോ അല്ല രാജാമണിക്കൊപ്പം പട്ടിണി കിടക്കണോന്ന്? ആ അത് തന്നെ. ഇനി എല്ലാം എൻ്റെ ഇഷ്ടം പോലെ. മോളെ ശരിക്കാലോചിക്ക്. നമ്മൾ സ്വപ്നം കാണാറില്ലേ, അതുപോലൊരു സ്വപ്നാന്ന് കരുതിയാ മതി. പക്ഷേ മനുഷ്യൻ എന്റെ കല്യാണത്തിന് വരണോട്ടാ. സ്റ്റാർട്ട് ക്യാമറ റോളിംഗ് സർ ആക്ഷൻ. അതിരെ നിന്റെ മുറച്ചെറുക്കം വന്നിട്ടോ ബോംബെന്ന്. കട്ട്. സൂപ്പർ. ഓക്കെ അല്ലേ സാറേ? ഓക്കെ അല്ലേന്ന് ചോദിച്ചാ ഓക്കെ അല്ല. എന്തു പറ്റിയിടാ നിനക്കൊരു മൂഡ് ഓഫ്? എനിക്കോ? ഏയ് ഒന്നുമില്ല. പിന്നെ എനിക്കറിയാവുന്നല്ലേ. നീ ഒന്ന് റിലാക്സ് ചെയ്യ്. ബ്രേക്കിങ് എടുക്കാം. ബ്രേക്ക്. സാറേ നാളെ ക്യാപ്റ്റൻ രായ് സാർ ഇല്ലെന്നാ പറയുന്നത്. എങ്കിൽ താനാ മുരളിയെ വിളി. ഓ ആ മണി. പുതിയ ഐറ്റം ഒന്നുമില്ല ഇതിൻ്റെ ഇല്ലേ? ഉണ്ട് സാറേ, പക്ഷെ ഇപ്പൊ ഒരു മൂടില്ല. പിന്നെ കാണിക്കാം. കാണിക്കും മണി. സാറ് പറഞ്ഞതല്ലേ എന്റെ മൂഡ് ഔട്ട് ഒന്ന് മാറട്ടെ. കാര്യമൊക്കെ ഞാൻ അറിഞ്ഞു. ഒരു പെണ്ണ് പോയാൽ മറ്റൊന്ന് വിട്ടുകളടാ മണി. 4 പടം കഴിഞ്ഞാൽ പെണ്ണുങ്ങൾ ഇതിന് പറ ക്യൂ നിൽക്കൂലടാ. ഞാൻ പറഞ്ഞില്ല എന്തുട്ട്? അല്ല നീ പ്രേമിച്ചോന്നെ വേറെ കെട്ടിക്കൊണ്ടുപോയാൽ ആ കൊച്ചിനെ വേറെ പോലീസുകാരൻ കെട്ടിയല്ലേ? അപ്പൊ എല്ലാ കഥ ഇവിടെ വിളമ്പില്ലേ? എന്തായിരുന്നടാ പ്രശ്നം? ജാതി തന്നെ സാർ. ജാതി എന്ന് പറഞ്ഞാ രണ്ടാളും ഒരു ജാതി തന്നെയാ. എന്നാലും അവര് കിണ്ടിന്ന് കാല് കഴുകി വീട്ടിൽ കയറണവരാ. കീഴ്ജാതിക്കാരിലെ മേൽജാതിക്കാര്. കാല് കഴുന്നതിന് ജാതി ഉണ്ടോ? നീ എതിവിടെ ഒരു സാധനം കാണിക്കേ. പ്രാർത്ഥിക്കുന്നില്ല. ഓക്കെ. പരമേശ്വരന്റെ പുത്രനായ ഗണപതി ഭഗവാനെ അവിടുന്ന് ഈ സാധുവിനെ കാത്തു രക്ഷിക്കണമേ. ഈ നാട്ടിൽ മാർജാരന്മാരുടെ ശല്യം കൂടി വരികയാണ്. അങ്ങൊന്ന് എങ്ങനെയെങ്കിലും എന്നെ രക്ഷിക്കണേ എന്റെ പൊന്നു ഭഗവാനേ. ദേ പൂജ. സാറേ പുതിയൊരു ഐറ്റം ഉണ്ട്, പക്ഷെ ശരിയായി പറഞ്ഞേ ഉള്ളൂ. എന്നാ കാണിക്കടാ. ഞാനൊന്ന് കാണിക്കാം. ചേട്ടാ പടി ഒന്ന് തന്നെ. ഒന്ന് നീങ്ങോ. സാറേ ഈ റോഡൊന്ന് മുറിച്ച് കിടക്കാൻ സഹായിക്കോ? സാറേ ആരും ഇല്ലല്ലേ? എങ്ങനെയുണ്ട് സാറേ? ശരിക്കും അന്തന്മാര് നിന്നെ കണ്ട് പഠിക്കേണ്ട അവസ്ഥയാണ്. നിന്റെ ഒബ്സർവേഷൻ അത് സംഭവിച്ചു. ഇതാണ് ആ ഒരു കലാകാരന് വേണ്ടത്. ഇതിനെല്ലേടോ ചിലർ മിമിക്രി എന്ന് പറഞ്ഞ് കളിയാക്കുന്നത്. എന്താ സാറേ? നമുക്ക് ഈ ക്യാരക്ടർ വെച്ച് ഒരു പടം ചെയ്താലോ? ശരിക്കും പരീക്ഷണമാണ്. ഞാനൊരു സബ്ജക്റ്റ് നോക്കാം. ചിലപ്പോ നാഷണൽ ലെവൽ വരെ എത്തും. ശ്രദ്ധിക്കപ്പെടും. നോക്കിയാലോ? അരിസാറ് പറഞ്ഞ കേട്ടോ, മണിയുടെ ഭാഗ്യം. നാളെ ഹീറോ ആകാൻ പോകുന്ന ആളല്ലേ നീ?